പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് പോയത് പോട്ടെ, മറക്കാം, ബാക്കി എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് സീനാണ് കേട്ടോ. മൈൻഡിൽ ഇത് നിന്ന് കളിക്കുന്നുണ്ട്. ഇതെങ്ങനെയൊന്ന് ഒഴിവാക്കാം, മൈൻഡിൽ നിന്ന് ഇതെങ്ങനെയൊന്ന് കളയുക, ഇതെങ്ങനെ ഫ്രീ ആവുക. കാര്യം പറയാനോ മുത്തേ, നല്ല ഡാർക്കായി ഇന്ന് കിട്ടിയത് നമുക്ക്, സത്യം പറയാനോ. അവിടെ നിന്ന് എന്തെങ്കിലും എന്നെ ബിസി ആക്കുന്ന കാര്യങ്ങൾ പറഞ്ഞേ, ബിസി ആക്കുന്ന ഗെയിംസ് പുതിയ എന്തെങ്കിലും പറ. നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യും, പറ. ഒരുമാതിരി പട്ടി ഡിപ്രഷനാണ് കാര്യം പറയണം. മേക്കാ അടുത്ത് ലൈവ് തുടങ്ങിയിട്ടൊന്നും ശരിയാകുന്നില്ല. ഈ നായിന്റെ മോനോട് പറഞ്ഞത് ലൈവ് തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നം തീരും. അഷ്കർ ടെക്കി ഇൻസ്റ്റ നോക്ക് അവനും പെണ്ണ് കിട്ടി. അഷ്കർ ടെക്കി ടെക്കിക്കും പെണ്ണ് കിട്ടിയോ? എനക്കൊന്നും ഇല്ലടാ മയില്, എനക്ക് എന്ത് വിഷമം. ഞാൻ ചില്ലല്ല അഴലിന്റെ അത് വെറുതെ വെച്ചാടാ, വെറുതെ വെച്ചോ. ഇതില്ല സത്യം പറയാലോ. ഇപ്പൊ പുതിയ ആൾക്കാർ, പുതിയ ഗ്യാങ്ങല്ലായിട്ടുണ്ടാവും, കൂടുതൽ ആൾക്കാരുണ്ടാവും. വരട്ടെ, അത്ര മൈൻഡൊന്നും കാണിക്കൂല. വലിയ മൈൻഡൊന്നും കാണിക്കണ്ട. നീ നിന്റെ ഇഷ്ടം, നിനക്ക് 2 ദിവസമായിട്ട് ഫോണും വിളിച്ചിട്ട് എടുക്കുന്നില്ല. വരട്ടെ. താഴെയുള്ള നനഞ്ഞു കുളിച്ച് ഇങ്ങനെയൊക്കെ മറ്റേ കോഴിനെ പോലെയൊക്കെ കുളിച്ച് മൈൻഡ് ചെയ്യല്ല. മൈൻഡ് ചെയ്ത് വരട്ടെ. കാറ് വാങ്ങിയോന്ന് ചോദിക്കുന്നത്. കാറ് ഈ കളവനമായിട്ട് ഞാൻ ഷെയർ ഇട്ട് എടുത്തായിരുന്നു. മൈര് ആവശ്യമില്ല, ഇപ്പൊ തോന്നും വേണ്ടായിരുന്നു. മൈര് അതെടുത്ത് 2-3 ആഴ്ച ആയടാ. നമുക്കൊന്നും ശരി വരുന്നില്ലല്ലോ അല്ലേ? എന്താ ചിരിക്കാരെന്താ ഉള്ളത്? ഇവിടെ ചിരിക്കാരൊന്നും ഇല്ലല്ലോ. നമ്മക്കൊന്നും ശരി വരുന്നില്ല. ഇയാളെന്ന് നമ്മ ചിരിക്കുന്നു. നമുക്കൊന്നും സംസാരിക്കാനല്ല. പേര് ഓർമ്മയുണ്ട്. എന്റെ പേര് ഓർമ്മണ്ടാ? ഭാഗ്യം. സോറി പറഞ്ഞാൽ തീരുമല്ലോ. നിങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ ഓള് പോയതിനു ശേഷം എനിക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇവിടെ പറയാറോ? ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയതാ. തിരുവനന്തപുരം വരെ ഒരു പാർട്ടിനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയി. നിങ്ങൾ നാട്ടുകാരിലെ ഹെൽപ്പ് ചെയ്ത് നടക്ക്. ഞാൻ അവിടെ മുമ്പ് ഇരുന്നോളൂ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ അങ്ങനെ മാറില്ലല്ലോ. എങ്ങനെ ട്രിപ്പ് പോയതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സീരിയലിന്റെ വർക്കിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. അവർക്ക് വണ്ടി ഇല്ലാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ രാത്രിയിൽ പോയി പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ വന്നു. പിന്നെ തിരുവനന്തപുരത്ത് എല്ലാ ഫ്രണ്ട്സിനും. ജോയൽ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായ തൊപ്പിയുമായുള്ള കൊച്ചുകളി മിസ് ചെയ്തോ? പിന്നെ അച്ചായനും തൊപ്പിയായിട്ടുള്ള കൊച്ചുകളി ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്യൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നീ ഉദ്ദേശിക്കുന്ന കളിയല്ല കേട്ടോ. എന്തായാലും തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്ക് തൊപ്പിയുടെ ആരാധകര് എന്റെ കള്ളക്കളവ എത്ര വെടിവെച്ചു നിൽക്കുന്ന? വെടിയൊന്നും വെച്ചിട്ടില്ല. ഓൺലൈനിൽ പബ്ജി കളിക്കുന്നു, അച്ചായൻ ഓഫ്ലൈനിൽ പബ്ജി കളിക്കുന്നു. അവിടെ കാര്യം അത്ര ഒരു 10 വെടി വെച്ചിട്ടുണ്ട് അവിടെ. ഈ 4 ദിവസത്തിന് എനക്കറിയുന്ന അച്ചായൻ വെച്ചിട്ട് ഈ 4 ദിവസത്തിന് മിനിമം 10 വെടി വെച്ചിട്ടുണ്ട്. ഉറപ്പാ. എണ്ണം കൂട്ടുകയും കുറയ്ക്കൊന്നും ചെയ്യണ്ട. പിന്നെ തിരുവനന്തപുരത്തുള്ളവരൊക്കെ നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും തിരുവനന്തപുരത്ത് നിന്നെ കൊണ്ടുവരണമെന്ന് പറയും. ഇന്നലെ ഞാൻ മാനവീയം ആ സ്ഥലത്ത് പോയിരുന്നു. നല്ല മാനവീയം എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്ലേസ് ഉണ്ട് തിരുവനന്തപുരത്തുള്ള എല്ലാവരും നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ അവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഓക്കെ വരാം. അവന്റെ മൂഡൊക്കെ ക്ലിയർ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ട്രിപ്പ് വരും. അറിയാം എന്റെ മൂഡ് ഓക്കെ എല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോയി അല്ലേ? ഇട്ടിട്ട് പോയില്ലടാ. അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ എനിക്ക്? നിന്നെ നീ ഇങ്ങനെ ചങ്കി കൊള്ളണ പോലെയൊക്കെ വർത്താനം പറയല്ലേ എന്നോട്?
സർപ്രൈസ് എന്താ സർപ്രൈസ്? സർപ്രൈസ് ഉണ്ട് മക്കളെ, സൂപ്പർ സർപ്രൈസ് ആണ്. തിരുവനന്തപുരത്ത് എന്തെങ്കിലും കൊണ്ടുവന്നോ? സൂപ്പർ സർപ്രൈസ് ആണ്. സർപ്രൈസ് ഞാൻ പൊട്ടിക്കാൻ പോവാണ്. പെണ്ണുണ്ട്, പെണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, പെണ്ണൊക്കെ ഉണ്ട്, സർപ്രൈസ് പെണ്ണൊക്കെ ഉണ്ട്. അത് നമ്മള് സീരിയസ്ലി ശരിക്കോ? അത് ഇപ്പൊ തരാം. അച്ചായ എന്നുള്ള പേര് മാറ്റി ഇനി പിള്ളേരെന്റെ ബാബയെന്ന് വിളിക്കരുത്. ഞാൻ പെണ്ണ്, അതൊക്കെ നിനക്കൊരു അടിപൊളി അടാറ് പെൺകൊച്ചിനെ ഞാൻ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. അതെന്റെ വാക്ക്. അപ്പൊ സർപ്രൈസ് പൊട്ടിക്കാൻ പോവാണ് മക്കളെ. ജസ്റ്റ് സ്റ്റേ. ഞാനിപ്പോ കാണിച്ചു തരാം. രണ്ട് പേരുണ്ട്, രണ്ട് ചെക്കന്മാരുണ്ട്. തിരുവനന്തപുരത്ത് നോട്ടുന്നതാ? പത്തനംതിട്ട. സംഭവം പൊളിയാണ്, സംഭവം പൊളിയാണ്. നീ വിചാരിക്കണമല്ല. മുട്ട സർപ്രൈസ് ആണ് മക്കളെ, മുട്ട സർപ്രൈസ്, മുട്ട സർപ്രൈസ്. ഇതൊന്ന് സംഭവം പെയിന്റിങ്ങാ? ഞാൻ ടൂറ് പോയി, ഞാൻ പെണ്ണുമായിട്ട് കറങ്ങാൻ പോയി എന്നൊക്കെ പറഞ്ഞവർക്കുള്ള മറുപടി. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയില്ലേ ഈഗിളിന്റെ വീട്ടിൽ പോയി ട്രാവൽ ചെയ്തില്ലേ? അത് ഞാൻ ഏതൊരു വീഡിയോ ഉണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. എടാ മറ്റേ കാട്ടില് പോയിട്ട് എന്ത് എനിക്ക് ഇത് നോക്കട്ടെ, കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. എന്ത് സാധനം പടം സർജിക്കൽ ബ്ലേഡ് ഒക്കെ വെച്ച് കട്ട് ചെയ്ത് അവിടെ ഡബ്ല്യു സാധനം ആദിത്യൻ വികാസ് അവിടെ നൈസടാ. ഇതൊന്നും സംഭവം വരച്ചതല്ലേ? ഇത് വരച്ചതല്ല, എന്റെ വീഡിയോ അല്ല ഇപ്പൊ കാണിക്കാം. വീഡിയോ ആണ് സംഭവം. ഇത് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത സംഭവമാണ്. അതായത് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതാക്കിയോ? സംഭവം പൊളിയാണ് കേട്ടോ. ഇത് ഇവിടെ വെക്കാം. അടുത്ത സാധനം ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ബോണ്ട് പേപ്പർ വെക്കും. അതാണ് ബ്ലാക്ക് കളർ വരുന്നത്. ഇത് മൊത്തം നീ മുറിച്ചുണ്ടാക്കിയതാ? ഇത് കട്ട് ചെയ്യുന്ന. അത് ഇനി ഒരു സർപ്രൈസും കൂടെ ഉണ്ട്, കഴിഞ്ഞില്ല. ഒരു സർപ്രൈസ് മുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കുവാ? വല്ലാത്ത ജാതി. വേറെ സർപ്രൈസ് എന്താ? വേറെ വരച്ചിനാ? എനക്കല്ലേ? എനിക്ക് വാങ്ങടാ, നമുക്ക് എനക്ക് ഒരു സാധനമുണ്ട്. താങ്ക് യു മോനെ. മോനെ നീ കൊള്ളാലോ. അതിപ്പോ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയതാ? കടലാസ് കട്ട് ചെയ്തിട്ടാക്കിയതാ? എന്താ പേര്? ആദിത്യൻ വികാസ്. അവിടെ ഡബ്ല്യു ആദിത്യൻ ഇടാ. ഡബ്ല്യു ആദിത്യ. അവിടെ എല്ലാരും ഡബ്ല്യു ആദിത്യ ഇടാ. ഡബ്ല്യു ആദിത്യ. അമല്. അമല് എന്ത് ചെയ്യുന്നു? അമല് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അമല് എവിടെ ഇരുന്നേ? ഇരിക്കുന്നേ. നീ എന്ത് ചെയ്യുന്നു? ITക്കാ? എന്നിട്ട് നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. എന്താ നീ ഫോണെല്ലാം എടുത്ത് നോക്കുന്നത്? ഫോണെല്ലാം എടുത്തിട്ട് എന്നിട്ട് എങ്ങനെ പോന്നു? സുഖ. എന്താ പേരെന്താ? അമ്മല്ലേ? അച്ഛാ നിങ്ങളെക്കാളും കൂടെ അതുകൊണ്ടാണ്. എന്നിട്ട് പാട്ട് പാടാ നീ? എനിക്ക് ഇങ്ങനെയുള്ള
പക്ഷെ ഇവനാണ് ഇവിടെ ഹീറോ എന്നൊക്കെ തോന്നണ്ട. ഇവന് പ്രത്യേക ഒരു ക്യാരക്ടറല്ലേ അമ്മല്. എടാ അമ്മല് കൊള്ളട്ടാ, പാവത്ത് കാണാൻ പാവണ. ഞാൻ പറഞ്ഞ തമാശാക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കണ വലിയൊരു ഭാഗ്യം. ഉണ്ടാണ്ടിക്കാച്ചാ ഒത്തിരി പേര് ഉണ്ടാണ്ടിക്കാച്ചാ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതെന്താ എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? അതെന്ത് ഗേയാ? എത്രയിലാ പഠിക്കുന്നത്? എത്ര വയസ്സ്? 19. ഇവിടെ ഒരു മുതലുണ്ട് 19. എനിക്ക് ഇവനോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കും. അങ്ങോട്ട് മാറി സംസാരിക്കുന്നവരോട് ഞങ്ങളോട് കണ്ടോണ്ടിരിക്കുക. നീ എന്തായാലും നാണം ഇതില്ലാത്ത ഞാൻ വീഡിയോസ് എല്ലാം കാണാനുണ്ടോ? പറഞ്ഞിട്ട് അറിയുന്ന അല്ലാണ്ട് നിനക്ക് അറിയില്ല. ലൈവ് കണ്ടിട്ടുണ്ടോ? അടുക്ക് കാണും. ഇപ്പൊ ലൈവിലാണ്. അറിയാലോ ചാറ്റ്. എന്താ പറയുന്നു? എങ്ങനെ പോന്നു? എനിക്ക് എന്ത് പറയണ്ടെന്ന് ഇപ്പോഴൊരു പിടുത്തം കിട്ടിട്ടില്ല. പിന്നെ എന്തൊക്കെ വിശേഷം? ഇങ്ങനെയൊക്കെ പോന്നു. അങ്ങനെ കാര്യങ്ങള്. ഞാൻ ഇങ്ങോട്ട് പോണോ? അല്ല പറഞ്ഞേ എനിക്കെന്ത് പറയണ്ടെന്ന് അല്ല നീ ഒന്നും പറയണമെന്നില്ല. അതിനോടൊന്നും പറയണമെന്ന് പറഞ്ഞില്ലല്ലോ. സോറി തമാശ കേട്ടാ. പ്രശ്നമൊന്നുമില്ലല്ലോ. പാവട അമലാണ്. ഡബ്ല്യു അമൽ. എടാ എല്ലാരും ഡബ്ല്യു അമൽ ഇടും. ചെക്ക് പാവട്ട കിസ്സാ കിസ്സേട്ടാ. അർഷദ് മുഹമ്മദ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ചെക്കനെ വിട് തൊപ്പിക്കൊണ്ട. അങ്ങനല്ല ഞാൻ വാച്ച് ചെയ്യായിരുന്നടാ. എടാ ഓക്കെ എന്നാ പോയിട്ടോ. കണ്ടതിൽ സന്തോഷം. ഓക്കെ. ഇവൻ കഷ്ടപ്പെട്ട് വരച്ചിട്ട് വെച്ച് മൊത്തം ചെക്കനെ മൊത്തം കൊണ്ടുപോയ. താങ്ക് യു ഫോർ കമ്മിങ്. പത്തനംതിട്ട വരുന്ന എങ്ങനെ അച്ഛനായിട്ട് എങ്ങനെ ഇത് എങ്ങനെ വന്ന്? എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് എങ്ങനെ വന്ന്? ചാങ്കൂട്ടിയതാ. താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കെ. എന്ത് പരിപാടി എന്താ ഇപ്പൊ പോകുമ്പോ? തിരിച്ചെങ്ങനെ പോകും? ട്രെയിൻ തന്നെ? ഈ ടൈം ട്രെയിൻ ഉണ്ടോ? ഇവിടെ വെക്കുന്നോ? ഇവിടെ സ്റ്റേ ചെയ്യുന്നോ? ഇവിടെ സ്റ്റേ ചെയ്തു. നാളെ പോവും. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത വേറെ ഒന്നും കണ്ടില്ല. സത്യം. കുഴപ്പമില്ല.